കഴിഞ്ഞ ആഴ്ച വളരെ രസകരമായൊരു മോഷണം കേരളത്തിൽ അരങ്ങേറി. ട്രെയിനിൽ വെച്ച് വൃദ്ധ ദമ്പതികളെ ഒരു യുവാവ് പരിചയപ്പെടുന്നു. വളാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് ഈ മോഷണം നടക്കുന്നത്. ഞാൻ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു. വളാഞ്ചേരി ശരിക്കു പറഞ്ഞാൽ വളാഞ്ചേരിയിൽ ഒരു പെട്രോൾ പമ്പിന് സമീപം ഉള്ള വീട്. ചന്ദ്രൻ എന്നാണ് ആ വൃദ്ധൻ്റെ പേര്. ഇപ്പോൾ കഥ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. ആ കഥ കേട്ടവരാണെങ്കിൽ ചന്ദ്രന് 75 വയസ്സ് പ്രായം, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വയസ്സ് 63. ചന്ദ്രമതി എന്നാണ് പേര്. ചന്ദ്രൻ്റെ കാൽമുട്ടിന് ഒരു തകരാറുണ്ടായിരുന്നു. ഈ കഥയിലെ കള്ളനെ പോലീസ് പിടിച്ചു. അത് ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. കള്ളൻ്റെ പേരൊക്കെ ഞാൻ വെളിപ്പെടുത്താം. ഈ കഥയിലേക്ക് ഒന്ന് പോകാൻ നമുക്ക്. നിങ്ങളും ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ യാത്ര പോകുമ്പോഴൊക്കെ ആരെങ്കിലും അപരിചിതർ വന്ന് പരിചയപ്പെട്ടിട്ട് നിങ്ങളെ ഞാൻ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വരികയാണെങ്കിൽ ഒന്ന് ജാഗ്രത വേണം. അതുകൊണ്ടാണ് ഈ കഥ ഒരിക്കൽ കൂടി പറയുന്നത്. ഈ കഥ പറഞ്ഞു വരുമ്പോഴേ ഈ കള്ളൻ വിരുദ്ധൻ്റെ കഥ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഈ ചന്ദ്രനും ചന്ദ്രമതിയും ഒരു ഡോക്ടറെ കാണാൻ കുറ്റിപ്പുറത്ത് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുന്നു. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി കൊട്ടാരക്കരയിലേക്ക് പോകുന്നു. ഡോക്ടറെ കാണുന്നു, ചികിത്സാ വിധികളൊക്കെ വാങ്ങുന്നു, മരുന്നൊക്കെ വാങ്ങുന്നു. തിരിച്ച് ട്രെയിനിൽ കയറുന്നു. കൊല്ലത്ത് ട്രെയിനിൽ കയറി കുറ്റിപ്പുറത്തേക്ക് യാത്ര പോകുന്നു. ഇടയ്ക്ക് ട്രെയിനിൽ കയറിയ ഒരു യുവാവ്, സുമുഖനായ ചെറുപ്പക്കാരൻ, അദ്ദേഹം വന്ന് ഈ വൃദ്ധ ദമ്പതികൾ നിൽക്കുകയാണ്. ഇദ്ദേഹം ചന്ദ്രൻ വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ടുണ്ട്. മുട്ടുവേദനയാണ്, കലശലായ വേദന. വടി കുത്തിപ്പിടിച്ച് നിൽക്കുന്ന അപ്പാപ്പനെ കണ്ടിട്ട് ഈ ചെറുപ്പക്കാരൻ ചെന്ന് ചോദിക്കുന്നു, അപ്പാപ്പ എന്തു പറ്റി? അത് ഞങ്ങൾ കുറ്റിപ്പുറത്തേക്ക് യാത്ര ചെയ്യുകയാണ്. എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. അത് ഡോക്ടറെ കാണാൻ പോയി, കാൽമുട്ട് വേദനയാണ്. അയ്യോ, കാൽമുട്ട് വേദന, നിൽക്കാൻ ബുദ്ധിമുട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? അടുത്തിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് മാറ്റി ഈ അപ്പാപ്പന് ഇരിക്കാൻ സീറ്റൊക്കെ തരപ്പെടുത്തി കൊടുത്തു. അപ്പാപ്പന് വിശ്വാസമായി. അപ്പാപ്പൻ പറഞ്ഞു, മോൻ്റെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു, നീരജ് എന്നാണ് പേര്. നീരജ്, സുമുഖ, നല്ല സുന്ദരമായ പേര്, നീരജ്. മോൻ എവിടെ ജോലി ചെയ്യുന്നു? അത് ഞാൻ നേവിയിലാണ് ജോലി. നേവി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യത വന്നു അപ്പൂപ്പന്. അമ്മൂമ്മയുടെ പേരെന്താണ്? ചേച്ചിയുടെ പേരെന്താണ്? അത് ചന്ദ്രമതി. അങ്ങനെ ചന്ദ്രൻ ദമ്പതികളെ നീരജ് എന്ന നേവൽ ഉദ്യോഗസ്ഥൻ പരിചയപ്പെടുന്നു. എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി ചർച്ച ചെയ്യുന്നു. അപ്പാപ്പന് കാൽമുട്ട് മാറ്റിവെക്കണം, ശസ്ത്രക്രിയ, മുട്ട് ചിരട്ട മാറ്റിവെക്കണം. അതാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇനി വേറെ ചികിത്സയൊന്നുമില്ല. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിൽ മരുന്ന് കഴിച്ച് ഭേദമാക്കാമായിരുന്നു. മുട്ടിന് തേയ്മാനമുണ്ട്, ചിരട്ടയ്ക്ക് തേയ്മാനമുണ്ട്. അതിനി മാറ്റിവെച്ചാലേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നടക്കുക പ്രയാസമായിരിക്കും, നിൽക്കുകയും പ്രയാസമായിരിക്കും. ചിരട്ട മാറ്റിവെക്കണം. അപ്പോൾ നീരജ് പറഞ്ഞു, അത് പുറത്തെ ആശുപത്രിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി കാശാകും. സൈനിക ആശുപത്രിയിലാണെങ്കിൽ ചിലവ് കുറച്ച് കിട്ടും. ഞാനൊന്ന് അന്വേഷിച്ച് നോക്കണമോ? അപ്പൻ പറഞ്ഞു, മോന് ബുദ്ധിമുട്ടാകില്ലേ? ഇല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. അങ്ങനെ നീരജ് അന്വേഷിച്ചിരിക്കാം. എങ്കിലും ഒരു ഇരയെ കിട്ടിയല്ലോ. അപ്പാപ്പൻ്റെ ഫോൺ നമ്പരും കിട്ടി. ഇരയെ കിട്ടിയ സന്തോഷത്തിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ യുവാവ് അപ്പാപ്പനെ വിളിക്കുന്നു. ചന്ദ്രൻ അപ്പാപ്പനല്ലേ, വിളിച്ച് സംസാരിക്കുന്നു. സൈനിക ആശുപത്രിയിൽ എല്ലാം ക്ലിയർ, എല്ലാം സജ്ജം. നിങ്ങളുടെ ഓപ്പറേഷൻ കൊച്ചി നേവൽ ബേസിലുള്ള സൈനിക ആശുപത്രിയിൽ തന്നെ ചെയ്യും. നിങ്ങളുടെ ആശുപത്രി രേഖകളൊക്കെ എനിക്ക് വേണം, അഡ്രസ്സ് തരൂ, ഞാൻ വരാം. അങ്ങനെ ചേർത്തലയിറങ്ങിയ ഈ നീരജ് എന്ന ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം എവിടെ എത്തുന്നു? കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വളാഞ്ചേരി പെട്രോൾ പമ്പിന് സമീപമുള്ള ചന്ദ്രൻ എന്ന അപ്പാപ്പൻ്റെ വീട്ടിലെത്തുന്നു. അപ്പാപ്പൻ്റെ വീട്ടിലെത്തി അമ്മാമ്മ ജ്യൂസൊക്കെ കൊടുത്തു. പിന്നെ അപ്പാപ്പൻ ഒരു ഏമ്പക്കം വിട്ടു. അവൻ എന്ത് കൊടുത്തു? ഗ്യാസിന് 2 ഗുളിക കൊടുത്തു. അപ്പാപ്പൻ അബദ്ധവശാൽ 2 ഗ്യാസ് വിട്ടുപോയതാണ്. ഇങ്ങനെ ഏമ്പക്കം വിട്ടുപോയതാണ്. ഏമ്പക്കം വിട്ടപ്പോൾ അവനിങ്ങനെ സ്വതസിദ്ധമായി എടുത്ത് 2 ഗുളിക കൊടുത്തു. മയക്കു ഗുളിക. എന്നിട്ട് പറഞ്ഞു, ഇത് ഗ്യാസിന് നല്ലതാണ്. പുതിൻഹരയൊക്കെ പോലെ 2 ഗുളിക എടുത്ത് കൊടുത്തതാണ്. അമ്മാമ്മയ്ക്കും കൊടുത്തു 2 എണ്ണം. ചന്ദ്രനും വീണു, ചന്ദ്രമതിയും വീണു. വീണ അവസരത്തിൽ അവൻ എന്ത് ചെയ്തു? 6 പവൻ സ്വർണം വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് സുഖമായി കടന്നു കളഞ്ഞു. ഇനി അവൻ്റെ പേര് നീരജ് എന്നാണോ? പോലീസ് കണ്ടെത്തി. അവൻ്റെ പേര് നീരജ് എന്നല്ല, ബാദുഷ. പേര് തന്നെ ഞെട്ടിക്കുന്ന പേരാണ്. ബാദുഷ എന്നാണ് അവൻ്റെ പേര്. അവന് എത്ര കേസുകളുണ്ട്? 40 കേസുകൾ. എവിടെയൊക്കെയാണ് അവൻ്റെ കേസുകൾ? കുറ്റിപ്പുറം, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇടുക്കി, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലായി അവനാകെ ഉള്ളത് 40 കേസുകൾ. അതായത് 40 കേസുകളിലെ ഇതുപോലെ തട്ടിപ്പ്, തരികിട കേസുകളിലെ പ്രതിയാണ് ബാദുഷ. അവനപ്പോൾ എന്തു വിരുദ്ധനാണ്? പേര് നീരജ്, നേവൽ ഓഫീസർ. അവന് കേസുകൾ 40. ഒറിജിനൽ പേര് ബാദുഷ. അവൻ വീട്ടിലെത്തിയത് എങ്ങനെ? നേവൽ ഓഫീസർ അപ്പൂപ്പൻ്റെ ചിരട്ട മാറ്റി വയ്ക്കാൻ സൈനിക ആശുപത്രിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് വീട്ടിലെത്തി. എന്നിട്ട് അപ്പാപ്പൻ എന്ത് കൊടുത്തു? മയക്കു ഗുളിക കൊടുത്തു. എന്നിട്ട് കൃത്യമായ 6 പവൻ സ്വർണം മോഷ്ടിച്ചു. സ്വർണമൊക്കെ തൃശ്ശൂരിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തി. പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ചത് കൊണ്ടാണ് അവനെ പിടികിട്ടിയത്. ഒന്ന്, ഇവൻ വിളിച്ച ഫോൺ നമ്പർ ട്രേസ് ചെയ്തു. ഇവനെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത്. അവിടെ വളാഞ്ചേരിയിൽ മോഷണം നടത്തിയിട്ട് ഇവൻ
തിരുവനന്തപുരത്തേക്ക് മുങ്ങി എസ്കേപ്പ് ആയിരുന്നു. തിരുവനന്തപുരത്ത് മുങ്ങി ജീവിക്കുന്ന സമയത്താണ് ഇവനെ പിടികൂടിയത്. CCTV ദൃശ്യങ്ങളും സഹായകമായി. ഇവൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവൻ്റെ മുഖഭാവമൊക്കെ കിട്ടുന്നതിന് CCTV ദൃശ്യങ്ങൾ ഉപയോഗപ്പെട്ടു. അതുപോലെ ഇവൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷനും ഇവൻ കുറച്ച് ദിവസമൊക്കെ മൊബൈലൊക്കെ ഓഫാക്കിയൊക്കെ രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ചു നോക്കി. പക്ഷേ മൊബൈൽ ഫോൺ ഓണാക്കുമ്പോൾ ഇവൻ്റെ ലൊക്കേഷൻ കൃത്യമായി ട്രേസ് ചെയ്യുന്നതിനും പോലീസിന് സൈബർ സെല്ലിൻ്റെ സഹായം ലഭിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ പ്രതിയെ ബാദുഷയെ കയ്യോടെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ആൾ കുറ്റമൊക്കെ സമ്മതിച്ചു, സ്വർണവും കണ്ടെത്തി. ഇപ്പോൾ പ്രതി റിമാൻഡിലാണ്. ഏതായാലും നിങ്ങൾ ജാഗ്രത പാലിക്കുക. ഇതുപോലെ ആരെങ്കിലുമൊക്കെ അടുത്തുകൂടി, മുമ്പൊക്കെ ആണെങ്കിൽ ട്രെയിനിനകത്ത് വെച്ച് തന്നെ ബിസ്ക്കറ്റൊക്കെ തന്ന്, അത് പക്ഷേ സ്ലീപ്പർ ക്ലാസ്സിലാണ്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിങ്ങി ഞെരുങ്ങിയല്ലേ ആളുകൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബിസ്ക്കറ്റൊക്കെ തന്ന് മയക്കി സ്വർണ്ണമൊക്കെ കട്ടുകൊണ്ട് പോവുക പ്രയാസമാണ്. ചിലപ്പോൾ പിക്ക് പോക്കറ്റൊക്കെ ചിലപ്പോൾ നടന്നേക്കാം, അല്ലെങ്കിൽ പിടിച്ചു പറിച്ച് ചാടി ഓടുകയൊക്കെ ചിലപ്പോൾ നടന്നേക്കാം ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ. പക്ഷേ ഈ മയക്കി കിടത്തി സ്വർണ്ണമൊക്കെ മോഷ്ടിക്കുക നടക്കുമോ എന്ന് സംശയമാണ്. കാരണം ഒത്തിരി ആളുകളുണ്ടാവും. സ്ലീപ്പർ സ്ലീപ്പറിലോ AC-യിലോ ഒക്കെ ആകാം ഇങ്ങനെ മയക്കി കിടത്തിയിട്ട് ഈ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് നടക്കാനുള്ള സാധ്യത, അതും സൂക്ഷിക്കുക. പക്ഷേ ഇങ്ങനെ പരിചയപ്പെട്ടിട്ട് അഡ്രസ്സ് വാങ്ങി വീട്ടിൽ വെച്ച് മയക്കി കിടത്തി സ്വർണ്ണമൊക്കെ മോഷ്ടിക്കാൻ ഈ ബാദുഷയെ പോലെ 40 കുറ്റകൃത്യമൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവൻ പഠിച്ച സ്മാർട്ട് കള്ളനാണെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട്.